ഹായ് ഫ്രണ്ട്സ്, ഈ RF റിസീവർ മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കാറിൻ്റെ അതേപോലെ തന്നെ ബൈക്കിൻ്റെ ഒക്കെ സെൽഫ് വർക്ക് ചെയ്യിക്കുക. അതേപോലെ തന്നെ കാറ് നമുക്ക് ഇഗ്നീഷനായിട്ട് ഓൺ ആക്കാം, ഓഫ് ആക്കാം. അതേപോലെ തന്നെ ബൈക്കും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ മോട്ടറുകളൊക്കെ നമുക്ക് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഓണും ഓഫും ചെയ്യാം. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു RF റിമോട്ടും അതിൻ്റെ റിസീവറുമാണ്. അപ്പോൾ ഈ ഒരു റിമോട്ട് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ഉപകാരത്തിൽപ്പെടുത്താൻ വേണ്ടി 4 വിധത്തിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഈ ഇതിൽ 12 വോൾട്ട് സപ്ലൈ ആണ് കൊടുക്കേണ്ടത്, DC. അതേപോലെ തന്നെ നമ്മൾ 12 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓൺ ആവില്ല. ചിലപ്പോൾ നമ്മൾ റിമോട്ട് ഞെക്കി കഴിഞ്ഞാൽ ഇത് ഓൺ ആവില്ല. അപ്പോൾ അതിന് നമുക്കിതിന് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. ചിലത് ഓൾറെഡി പ്രോഗ്രാം ചെയ്തതാണെങ്കിൽ മാത്രമേ അത് നമുക്ക് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ സപ്ലൈ, അതായത് 12 വോൾട്ട് സപ്ലൈ, ഇത് ഇവിടെ വരുന്നത് ഇതിൽ നമുക്ക് ഈ കണക്ടറിൽ ഇങ്ങനെ കാണാം. ഈ ഒരു ഫസ്റ്റത്തെ വരുന്നത് നെഗറ്റീവും അതേപോലെ തന്നെ രണ്ടാമത് വരുന്നത് അതിൻ്റെ പോസിറ്റീവ് സപ്ലൈ ആണ്. പിന്നെ 3 വരുന്നത് ഇതിൻ്റെ റിലേ ആണ്. അപ്പോൾ സെൻട്രൽ വരുന്നത് കോമൺ ആണ് റിലേ. ഈ റിലേയുടെ കോമൺ ആണ്. നമുക്കിവിടെ കാണാം, ഇവിടെ എഴുതിയിട്ടുണ്ട് നോർമലി ക്ലോസ്, നോർമലി ഓപ്പൺ ഇവിടെ കാണാം. അപ്പോൾ നോർമലി ഓപ്പൺ എന്ന് എഴുതിയ ഫസ്റ്റത്തതും, അതായത് ഈ ഒരു 1, 2, മൂന്നാമത്തെ ഇതുമാണ് നമുക്ക് ഒരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റിമോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് AC സപ്ലൈയും കൊടുക്കാം. ഇവിടെ AC സപ്ലൈ ഇവിടെ ഫേസ് കൊടുത്തിട്ട് ന്യൂട്രും ഒരു ലോഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റിമോട്ട് വർക്ക് ചെയ്യിച്ചെടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചെറിയ 4 വോൾട്ടിൻ്റെ LED ആണ്. അപ്പോൾ ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 4 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 4 വോൾട്ടിൻ്റെ ബാറ്ററി അതായത് കോമണിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫേസോ ന്യൂട്രോ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു LED വെച്ച് നമുക്ക് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ വർക്ക് ചെയ്യിക്കുന്ന പല വിധത്തിൽ നമുക്ക് വർക്ക് ചെയ്യാം. പ്രോഗ്രാമിൻ്റെ ഇത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അത് വർക്ക് ചെയ്യിക്കാൻ നമുക്ക് പ്രോഗ്രാം ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ കാണാം നിങ്ങൾക്കൊരു മൈക്രോ സ്വിച്ച് ഇവിടെ കാണാം. ഈ സ്വിച്ചാണ് നമുക്ക് പ്രോഗ്രാമിന് യൂസ് ചെയ്യുന്നത്. ഇത് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇതിലെ ഏതെങ്കിലും Aയോ Bയോ പ്രസ് ചെയ്താണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുക. അപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നതിന് കുറച്ച് മെത്തേഡ് ഉണ്ട്. ഒരു കണക്ടർ നമ്മുടെ ഭാഗത്തേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് നെഗറ്റീവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ബ്ലാക്ക് വയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നെഗറ്റീവ് 12 വോൾട്ടാണ് വരുന്നത് ഇതിൻ്റെ ഇൻപുട്ട്, അതായത് ഈ ഒരു പ്രോഗ്രാം ICയും ഒക്കെ പാടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ACയും DCയും ഒക്കെ വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ രണ്ടാമത് വരുന്നത് ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ ആണ്, 12 വോൾട്ട് തന്നെ. അപ്പോൾ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്, ഇപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 12 വോൾട്ടിൻ്റെ നമ്മൾ ഡ്രോണിൽ യൂസ് ചെയ്ത ഒരു ബാറ്ററിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ സപ്ലൈ കൊടുത്തു വെച്ചപ്പോൾ നമ്മുടെ ഇൻഡിക്കേഷൻ ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് പ്രോഗ്രാം ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഓണായത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓണായി ഓട്ടോമാറ്റിക് ഓഫ് ആകുന്ന ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്ത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് റിമോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻഡിക്കേറ്റർ ഇപ്പോൾ പോയി. അപ്പോൾ നമ്മൾ ഏത് വിധത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ ഇതിൽ ഇപ്പം ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇത് ഓൺ ആണെങ്കിൽ അത് നമ്മൾ ഓഫ് പൊസിഷനിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ഫസ്റ്റ് നമ്മൾ 4 വിധത്തിൽ പ്രോഗ്രാം ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ഇതിൽ പ്രോഗ്രാം ഒന്നാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഞെക്കിയതിന് ശേഷം ഈ ഒരു ചെറിയ ഇത് ഞെക്കിയതിന് ശേഷം അപ്പോൾ ചെറിയ ബ്ലിങ്കി കാണാം. അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലോക്കായി. ഇപ്പം ഫസ്റ്റത്തെ പ്രോഗ്രാമായി കഴിഞ്ഞു. അപ്പം ഫസ്റ്റത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഒരു പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിക്കേഷൻ ഉണ്ടാകും. കൈ വിട്ടാൽ ഓഫാവും. ആ ഒരു വിധത്തിലാണ് പുഷിങ്, അതായത് നമുക്ക് ഒരു സർക്യൂട്ട് ഓണായി ഞെക്കി പിടിച്ചാൽ മാത്രം ഓണാകുന്ന ഓഫാകുന്ന ഇതിലാകും. അതേപോലെ തന്നെ ഇതിലെ ബി ഞെക്കി കഴിഞ്ഞാൽ ഓണും, അതേപോലെ തന്നെ ബി ഞെക്കി കഴിഞ്ഞാൽ ഓഫാവും. അതേപോലെ തന്നെ ബി ഓണാക്കി കഴിഞ്ഞാൽ എയും കൂടെ ഞെക്കി കഴിഞ്ഞാൽ ഓഫും ചെയ്യാം. അതായത് ഓണാക്കാൻ ബിയും അതേപോലെ ഓഫാക്കാൻ ബി മതി. കൂടാതെ തന്നെ എയും കൂടെ ഞെക്കി കഴിഞ്ഞാൽ ഓഫാകുന്ന വിധത്തിലാണ് ഈ ഒരു ഫസ്റ്റ് പ്രോഗ്രാം വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്വിച്ച് അതേപോലെ തന്നെ 1, 2 പ്രാവശ്യം ഈ ഒരു ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഞെക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോഗ്രാം ഇതിലായി. പിന്നെ നമ്മൾ 1 ഞെക്കി. അപ്പോൾ 1 ഞെക്കി കഴിഞ്ഞാൽ ഇതിൻ്റെത് വരുന്നത് ഒരു എ ഞെക്കി കഴിഞ്ഞാൽ ഓണ്, അതേപോലെ തന്നെ എ ഞെക്കിയാൽ ഓഫ്. അതേപോലെ തന്നെ ബി ഞെക്കിയാൽ ഓഫ്. അതേപോലെ തന്നെ എ ഞെക്കി, അതേപോലെ തന്നെ ബി ഓഫാക്കിയാൽ ഓഫ്. അതേപോലെ തന്നെ ബിയിൽ ഓണാക്കി എയിൽ ഓഫാക്കുക. അപ്പോൾ ഏത് സ്വിച്ചും അങ്ങോട്ടും ഇങ്ങോട്ട് ഞെക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഓണും അടുത്ത് ഓഫും ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തേതാണ്. അതേപോലെ തന്നെ മൂന്നാമത് പ്രോഗ്രാം ചെയ്യണേ ഇതുപോലെ തന്നെ 1, 2, 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്താൽ ഇതിലേതെങ്കിലും പ്രസ് ചെയ്താൽ നമ്മുടെ പ്രോഗ്രാമായി.
അതിന് ശേഷം നമ്മൾ ഏതാണ് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ 10 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. അതേപോലെ തന്നെ ഈ ഞെക്കിയ 10 സെക്കൻഡ് അല്ല, പെട്ടെന്ന് ഓഫാക്കണം എന്നുണ്ടെങ്കിൽ ബി ഞെക്കിയാൽ ഓഫ് ആവും. അതേപോലെ തന്നെ ഇതിൽ തന്നെ ബി നമുക്ക് വേറെ ഒന്നൊരു വരുന്നുണ്ട്. ബി ഞെക്കി കഴിഞ്ഞാൽ ഓൺ, അത് ഓട്ടോമാറ്റിക് അല്ല, അത് നമ്മൾ ബി ഞെക്കിയാൽ മാത്രമേ ഓഫ് ആവുള്ളൂ. അതേപോലെ തന്നെ ബി ഞെക്കിയാൽ ഓഫ് ആവുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഞെക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിരുന്നാൽ 10 സെക്കൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബി ഞെക്കിയാൽ ബി ഞെക്കിയാൽ അപ്പോൾ ഓഫ് ആവുകയും ചെയ്യും. അതേപോലെ നമ്മൾ 4ാമത് പ്രോഗ്രാം ചെയ്യാൻ 4 പ്രോഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ 1 2 3 4 പ്രാവശ്യം ഞെക്കിയതിന് ശേഷം ഇതിലേതെങ്കിലും ഞെക്കിയാൽ പ്രോഗ്രാമായി. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ 3ാമത്തേൽ നമ്മൾ 10 സെക്കൻഡാണ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് 5 സെക്കൻഡാണ്. 5 സെക്കൻഡ് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതുപോലെ തന്നെ നമുക്ക് ഞെക്കി നേരത്തെ പോലെ തന്നെ ഞെക്കി ബി ഞെക്കിയാൽ ഓഫ് ആവും. അതേപോലെ തന്നെ രണ്ടാമത്തത് ബി മാത്രം ഞെക്കി ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഓണായിരിക്കും. ബി ഞെക്കിയാൽ മാത്രമേ ഓഫ് ആവുള്ളൂ. അങ്ങനെയാണ് 4 പ്രോഗ്രാം. അപ്പോൾ നമുക്കിത് ലൈറ്റ് വെച്ച് നമ്മൾ ഇത് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇത് കോമൺ ആണ്. അതായത് ഈ പ്ലസ് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് നമുക്ക് നോർമലി ഓപ്പൺ ആണ്. ഈ ഓപ്പണിലാണ് ഒരു കണക്ഷൻ കൊടുക്കുന്നത്. നോർമലി ക്ലോസ് നമ്മൾ AC സപ്ലൈ അല്ലെങ്കിൽ DC കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ DC ആണ് കൊടുക്കുന്നത്. അപ്പോൾ നോർമലി ക്ലോസ് എന്നുള്ളതിൽ അല്ല, നോർമലി ക്ലോസ് അല്ല, കോമണിൽ നമ്മൾ നെഗറ്റീവ് സപ്ലൈ കൊടുത്തു. അപ്പോൾ നമുക്ക് നെഗറ്റീവ് സപ്ലൈ ആണ് ഔട്ട് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഇത് ഒരു LED ബൾബിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് നമ്മൾ നോർമലി ഓപ്പൺ എന്നുള്ള അതിൽ നമ്മൾ കൊടുത്തു. അതേപോലെ തന്നെ ഈ ഒരു LED പ്ലസ് നമ്മളിവിടെ കൊടുത്തു. LED പ്ലസ്സും ബാറ്ററിയുടെ പ്ലസ്സും കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോഗ്രാം ചെയ്ത അതിൽ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞെക്കിയാൽ കാണാം ബൾബ് ഓണായി. ഇപ്പോൾ 10 സെക്കൻഡ് കഴിഞ്ഞാൽ 5 സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ 4ാമത്തെ പ്രോഗ്രാമിലാണ് ഓഫായി. അതേപോലെ തന്നെ ഒന്ന് നമ്മൾ ഞെക്കി ഇത് കഴിഞ്ഞാൽ ഓഫാക്കാം. അതേപോലെ തന്നെ ബി ഞെക്കിയാൽ ഫുൾ ടൈം ഓൺ ആയിരിക്കും. ബി ഞെക്കിയാൽ മാത്രമേ ഓഫ് ആവുള്ളൂ. അതുപോലെ തന്നെ ഈ 4 പ്രോഗ്രാമും നമ്മൾ ഇത് വെച്ചിട്ട് DCയും ഫാനോ എന്ത് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.